എല്ലാവർക്കും അമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവുകയാണ്. ഇതിൽ കഥയല്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. ഇത് എൻ്റെ മനസ്സിന് ഇത്തിരി വേദനയുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഇതിൽ പറയാൻ പോവുകയാണ്, നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങളിതിന് എനിക്ക് മറുപടി തരണം. ലുലു മാളിലാണ്, തിരുവനന്തപുരം ലുലു മാളിലാണ് ഞാൻ ഈ കണ്ടത് പറയുന്നത്. 1% പോലും ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്, കഥയല്ല, ഞാൻ കണ്ട കാര്യമാണ്. ഒരു 6 മാസത്തിന് മുമ്പേ നടന്ന കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ലുലു മാളിൽ പോകാറുണ്ട്. അവിടെ ചുറ്റിക്കറങ്ങി ഭക്ഷണവും കഴിച്ച് ചിലപ്പോൾ ഒരു സിനിമയും കണ്ട് വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനവും വാങ്ങി തിരികെ വരും. കുട്ടികൾ വിദേശത്ത് താമസിച്ചിരുന്നതിനാൽ അവർക്ക് അവിടുത്തെ രീതിയിൽ നിന്നും മാറി വരാൻ കുറേ സമയമെടുക്കും. ഞാൻ പോകാൻ മടി കാണിച്ചാലും അവർ സമ്മതിക്കത്തില്ല. തനിച്ച് വീട്ടിൽ ഇരിക്കണ്ടെന്ന് പറയും. ഒരു ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഹാളിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികൾ ഭക്ഷണം വാങ്ങാൻ പോയി. ഞങ്ങളുടെ അടുത്ത ടേബിളിൽ ഒരു ഫാമിലി വന്നിരുന്നു. ഭാര്യയും ഭർത്താവും 3 വയസ്സുള്ള കുഞ്ഞും പിന്നെ ഒരു അമ്മയും. ആ അമ്മയ്ക്ക് ഒരു 50-55 വയസ്സ് കാണും. കുഞ്ഞിനെയും ആൺകുട്ടിയാണ്, അതിനെയും അമ്മയും അവിടെ ഇരുത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഭക്ഷണം വാങ്ങാൻ പോയി. കുട്ടി സൈലൻ്റായി കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് അതിശയം തോന്നി. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അടങ്ങിയിരിക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ചാടിക്കുതിച്ച് ഒരു ഫോണും കയ്യിൽ പിടിച്ച് വരികയാണ്. എന്നിട്ട് ആ അമ്മയോട് വളരെ ഉച്ചത്തിൽ പറയുകയാണ്, പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വാ. ആ അമ്മ കേട്ട ഭാവം കാണിച്ചില്ല. വീണ്ടും ആ കുട്ടി ഒച്ചയൊക്കെയാണ്, പോകാനല്ലേ പറഞ്ഞത്, ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ. ആ അമ്മ ചാടി എണീറ്റു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ നടന്നു. വീണ്ടും ആ പെൺകുട്ടി ഒച്ചത്തിൽ പറയുകയാണ്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. 500 പേർ ഇരിക്കുന്ന ഹാളിൽ ആ അമ്മ മകനെ നോക്കി പോവുകയാണ്. മകൻ എവിടെ നിൽക്കുകയാണെന്ന് ആ അമ്മയ്ക്കറിയില്ല. ആ കുട്ടിയോട് ചോദിക്കാനുള്ള ധൈര്യവും ആ അമ്മയ്ക്കില്ല. ആ പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ആ മകൻ 2 കൈയിലും 2 പ്ലേറ്റ്, പുറകിൽ ആ അമ്മയും. അവർ വന്ന് പ്ലേറ്റ് ടേബിളിൽ വെച്ചു, കസേരയിലിരുന്നു. ഒരു പ്ലേറ്റ് അമ്മയുടെ അടുത്ത് വെച്ച് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. ഭാര്യയെ വിളിക്കുകയാണ്. അവൾ രൂക്ഷമായി ഭർത്താവിനെ നോക്കി. അയാൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആ പാവ അമ്മ ദോശ മുറിച്ച് കറിയിൽ മുക്കി ആ കൊച്ചുമകൻ്റെ വായിൽ വച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി ദോശ മുഴുവനും കഴിച്ചു. ഭർത്താവും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ചേച്ചിയമ്മമാരെ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? പൊതുസ്ഥലത്ത് ഇങ്ങനെ പെരുമാറുന്ന പെൺകുട്ടികൾ വീട്ടിൽ എങ്ങനെയായിരിക്കും? സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും മണിക്കൂറോളം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. US, UAE എന്നീ സ്ഥലങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റിലും 5 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇതുപോലെ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ എല്ലാം വളരെ സന്തോഷമായി കുടുംബത്തോട് വന്ന് മണിക്കൂറോളം ഇരുന്ന് ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്.
ഭാര്യയും ഭർത്താവും മാത്രമല്ല, അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും കൊച്ചുമക്കളും എല്ലാവരുമായിട്ടാണ് അവിടെ വരുന്നത്. വൈകുന്നേരത്തെ ഭക്ഷണം മിക്കവാറും അവർ കോഫി ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ ആയിരിക്കും. രാത്രി അവർ ഭക്ഷണം ഉണ്ടാക്കാറില്ല. മാത്രമല്ല, കുടുംബത്തോട് സന്തോഷം പങ്കുവയ്ക്കാൻ കൂടിയാണ് അവർ അവിടെ വരുന്നത്. പക്ഷേ ഇവിടെയോ നമ്മൾ സ്വയം അഹങ്കരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ നാട്, ദൈവത്തിൻ്റെ മക്കൾ എന്ന്. കേരളം വളരെ അധപ്പതിച്ചു പോയി. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇനി നമ്മളെ ആർക്കും നന്നാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അറിവുള്ളവർ ഇതിനൊരു മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും കണ്ട് എനിക്കൊരു മറുപടി തരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോവുകയാണ്. ഒരു ശതമാനം പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഒരു വീവോ ഒന്നും കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. 100% കണ്ടതിനേക്കാളും കുറച്ചേ എഴുതിയിട്ടുള്ളൂ. കാരണം ആദ്യം വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച്.